ഹാർഡ് ഏൺഡ് മണി ഫാദർ കൊടുത്തത് കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ ഇനിയൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. ഓടി ബാത്റൂം പോയിട്ട് ഇപ്പോഴും നല്ല ഓർമ്മ ഇരുന്ന് നിറയെ കരഞ്ഞു. ആ ടിപ്പിക്കൽ ടീനേജർ ഓരോന്നിങ്ങനെ ചാടുക. എന്താണ് ഒരു എയിമൊന്നുമില്ല ലൈഫിൽ. ഓപ്പർച്യൂണിറ്റീസ് ആർ അറൗണ്ട് യു, പക്ഷെ നമ്മൾ ചിലപ്പോൾ അത് കാണില്ല. ഹസ്ബൻഡ് വീട്ടിൽ വന്നാൽ ഹസ്ബൻഡിനായിട്ട് ഫൈറ്റ് ചെയ്യുക. പാരൻസ് പറയും ഇറ്റ്സ് ഓക്കെ നീ ഒന്ന് ക്ഷമിക്ക് പറയുമ്പോൾ അവരായിട്ട് ഫൈറ്റ് ചെയ്യും. മക്കൾക്ക് ഐ വാസ് നോട്ട് എ ഗ്രേറ്റ് മദർ. ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാർ. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോഷ് ടോക്സ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഐ മസ്റ്റ് ഹാവ് ഡൺ സംതിങ് ഡിഫറെൻറ്റ്. നോട്ട് സംതിങ് ഡിഫറെൻറ്റ്, ഒരു ഫ്യൂ തിങ്സ് ഡിഫറെൻറ്റ്. ഹായ്, ഐ എം ഡോക്ടർ ഫെമിദ അലി. I am a dentist by profession. I've done my BDS. By passion, a freelance photographer. And by occupation, I've been a principal for the past 6 years. So I would say I'm here to share 3 decades of my life kind of a thing. Like ഒരു ടീനേജർ ആയിട്ടുള്ള ലൈഫ്, പിന്നെ 20s, 30s, ഇപ്പോൾ 40s. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും ഇവിടെ ജോഷ് ടോക്കിലുള്ളത്. അല്ല, ലെറ്റ്സ് ഹോൾഡ് ഓൺ. When you hear what I have to share, then you will know, is it എല്ലാവർക്കും ചെയ്ത ഇവിടെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളുള്ളത്. ആസ് എ ടീനേജർ എന്തേന്ന് എൻ്റെ അംബിഷൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്ന് ട്രാവൽ ചെയ്യണം വേൾഡ്. പക്ഷെ അത് എങ്ങനെയാണ്? ഒരു ട്രാവൽ ഏജൻസിയിലുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ ടിക്കറ്റ്സ് ഒക്കെ കുറച്ചൊന്ന് ഈസി ആവുമല്ലോ, അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യാം. അതായിരുന്നു എൻ്റെ ഐഡിയ. ബിക്കോസ് ഫാമിലിയിൽ ഐ വാസ് ദി എൽഡസ്റ്റ്. പേരൻസിൻ്റെ സൈഡിൽ എല്ലാവരും 10th ഉം 12th കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നാച്ചുറലി കല്യാണം ആഫ്റ്റർ യുവർ സ്റ്റഡീസ് ഇസ് വൺ തിങ്. പാരൻസ് ലവിങ് ആൻഡ് പ്രൊട്ടക്റ്റീവ്, പക്ഷേ ഇത് പഠിക്കണം ഇതാവണമെന്നും ഇല്ല. 10th കഴിഞ്ഞപ്പോൾ വിചാരിച്ച് പെട്ടെന്നൊരു ഓക്കെ ലെറ്റ് മീ ബിക്കം എ ഡോക്ടർ, നാട്ടിൽ പോയി പഠിക്കാം. ഈ CBSE ഒക്കെ നിർത്തിയിട്ട് സ്റ്റേറ്റ് ബോർഡിലും കോച്ചിങ് ഒക്കെ ചെയ്യാം. നാട്ടിൽ പോയി അപ്പോൾ എന്താ മനസ്സിലായത്, അവിടെ 4 മാസം നിന്ന്. പക്ഷേ 10th കഴിഞ്ഞിട്ട് ആ റിസൾട്ട് അങ്ങനത്തെ ഒരു റിസൾട്ടായിരുന്നു. പാരൻസ് വിത്ത് ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടിയാണ് എനിക്കൊരു മാനേജ്മെൻറ്റ് സീറ്റ് കിട്ടിയത്. അപ്പോൾ മനസ്സിലായില്ല എൻ്റെ പഠിത്തം എത്രത്തോളാണ്. ബാക്ക് ബെഞ്ചറല്ല, പക്ഷേ മിഡിൽ ബെഞ്ചർ, ഫ്രണ്ട് ബെഞ്ചിൽ പോകേണ്ട പ്രശ്നമില്ല കേട്ടോ. സ്റ്റേജിൽ പോയിട്ടുണ്ടോ? ഇല്ല. എന്തായാലും ആ 4 മാസം അവിടെ മനസ്സിലായി പഠിക്കാൻ പറ്റില്ല, എനിക്ക് നാട്ടിലെ ആൾക്കാരായിട്ട് ശരിയാവില്ല. തിരിച്ച് കരഞ്ഞിട്ട് ബാക്ക് സൗദി. 11th ജോയിൻ ചെയ്ത് 12th കഴിഞ്ഞപ്പോൾ പറഞ്ഞ് സയൻസ് തൊടേണ്ട പ്രശ്നമില്ല. അപ്പോൾ എന്താ ചെയ്യുക? BCom. ഓക്കെ, BComന് പിന്നെയും സീറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട്, ബിക്കോസ് 12th റിസൾട്ട് കണക്ക് തന്നെയായിരുന്നു. അപ്പോൾ പാവം ഫാദർ ഓക്കെ പിന്നെ ഒരു മാനേജ്മെൻറ്റ് സീറ്റിൽ BComന് ഞാൻ ജോയിൻ ചെയ്ത നാട്ടിൽ 16 days ആണ് ഞാൻ അവിടെ നിന്നത്. 10 students in one hostel. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഞാനൊരു ടിപ്പിക്കൽ NRI കിഡായിരുന്നു. തിരിച്ച് അവിടെ നിന്നും പറഞ്ഞു ഇനി വേണ്ട, എനിക്കിവിടെ പഠിക്കേണ്ട ഒന്നുമില്ല. പറഞ്ഞു ഇനി കല്യാണമാണ് പറഞ്ഞു. സാരമില്ല, കല്യാണമാണെങ്കിൽ കല്യാണം, എനിക്ക് ഇവിടെ നിന്ന് പോകണം പറഞ്ഞിട്ട് തിരിച്ച് സൗദിയിൽ പോയി. അങ്ങനെയാണ് 1 year അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരുടെ പാരൻസൊക്കെ ഡോക്ടേഴ്സും ഒക്കെ ആയതുകൊണ്ട് മെഡിസിനും BDSനൊക്കെ ജോയിൻ ചെയ്തു സ്ലോലി. അപ്പോൾ ആ ടിപ്പിക്കൽ ടീനേജർ ഓരോന്നിങ്ങനെ ചാടുക. എന്താണ് ഒരു എയിമൊന്നുമില്ല ലൈഫിൽ. ഓക്കെ, ഐ വെൻറ്റ് ആൻഡ് ജോയിൻറ്റ്. എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്ത് അപ്പോൾ ഒരു NRI കോട്ട വെച്ചിട്ട്, എൻ്റെ മാർക്സ് അത്രയാണല്ലോ, അത് വെച്ചിട്ട് എൻ്റെ ഫാദർ എനിക്ക് സീറ്റ് മാനേജ് ചെയ്തു ആൻഡ് ഐ ഗോട്ട് ഇൻ. ആ ഹാർഡ് ഏൺഡ് മണി ഫാദർ കൊടുത്തത് കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ ഇനിയൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. Let me finish my BDS. That's how I became a dentist. Learned a lot in those 5 years, of course. And അത് കഴിഞ്ഞിട്ടാണ് കാലിക്കറ്റിൽ വന്ന് സെറ്റിലായി. ക്ലിനിക് ഉണ്ടായിരുന്നു, ഒരു 7 years പ്രാക്ടീസ്. Then you are in your 20s and you think, okay, കല്യാണം കഴിഞ്ഞു. After that I started working. കല്യാണം കഴിഞ്ഞു, I had a daughter. And you think like, life should go like this. And you start planning. അപ്പോൾ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ പറഞ്ഞാൽ ഒരു ആഗ്രഹം തോന്നി, ലൈക്ക് യു ഹാവ് ടു ബി ഓൺ യുവർ ഓൺ ഫീറ്റ്, യു ഷുഡ് ബി ഏബിൾ ടു സ്റ്റാൻഡ്. ബിക്കോസ് ആ ഇൻറ്റേൺഷിപ്പിന് ഫാദർ ഒരു ഇത്ര എമൗണ്ട് തന്ന് മാസം അതിൽ യു ഹാവ് ടു മാനേജ്. അപ്പോഴാണ് അവർ ബോധം കുറച്ച് വന്നത്. ആൻഡ് സോ ഇൻ യുവർ 20s ഹസ്ബൻഡും കാലിക്കറ്റിന് വർക്ക് ചെയ്യുന്ന, സോ വി വർ സെറ്റ്. പക്ഷെ എപ്പോഴും തിരിച്ചു പോകണം, ബിക്കോസ് ഇവിടെ എത്ര നമ്മൾ ഒന്ന് സേവ് ചെയ്താലൊന്നും നടക്കുന്നില്ല ഒരിത്. പിന്നെ എൻ്റെ ആ ട്രാവൽ നടക്കുന്നില്ലല്ലോ, നമ്മൾ ജസ്റ്റ് ന്യൂബീസ് ആണല്ലോ ഡെൻറ്റിസ്റ്റ് ആണെങ്കിലും. എങ്ങനെയെങ്കിലും പ്ലാനിങ് തുടങ്ങി. ആൻഡ് ഇഫ് ദ പ്ലാൻ വെയറൻറ്റ് വർക്കിംഗ്, ഭയങ്കര വിഷമം, ടെൻഷൻ, ലൈഫ് മുന്നോട്ട് പോകുന്നില്ല. എന്നാലും എന്ത് ചെയ്തു, ആ മോളൊക്കെ വലുതാകാൻ തുടങ്ങി. ഞങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. എവിടെ? സൗദി പോകാൻ തിരിച്ച് ആസ് എ ഡെൻറ്റിസ്റ്റ്. ഹസ്ബൻഡ് പോയി അവിടെ. ആൻഡ് മൂപ്പര് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ 1 month കഴിഞ്ഞിട്ടാണ് മോളായിട്ട് പോകുന്നത്. ഹി സെഡ്
മാനേജ്മെൻറ്റ് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, നീ വേണമെങ്കിൽ മോളെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് പിന്നെ ഇഫ് യു വോണ്ട് ടു ജോയിൻ ആസ് എ ഡെൻറ്റിസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്ത് പറഞ്ഞു. ഐ സെഡ് ഓക്കെ. മോളെ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോയി. വൺ തിങ് ഐ റിയലൈസ്ഡ് ആ സമയത്ത് പറഞ്ഞാൽ ലൈക്ക് ഓക്കെ ഡെൻറ്റിസ്ട്രി 7 years പ്രാക്ടീസ് ചെയ്ത് മതി, വേറെ എന്തെങ്കിലും കിട്ടിയാൽ, ബട്ട് ഹൗ ഡു യു ഗെറ്റ് സംതിങ് ഡിഫറെൻറ്റ്? അതാണ് പിന്നത്തെ ഒരു ക്വസ്റ്റ്യൻ. ഓപ്പർച്യൂണിറ്റീസ് ആർ അറൗണ്ട് യു, പക്ഷെ നമ്മൾ ചിലപ്പോൾ അത് കാണില്ല, റൈറ്റ്? സോ മോളെ സ്കൂളിൽ ആക്കിയപ്പോൾ അവിടെ ഐ വാസ് ടേക്കൻ എ ടൂർ ഓഫ് ദ സ്കൂൾ. ഇറ്റ്സ് എ ന്യൂ സ്കൂൾ, ലൈബ്രറി വാസ് മെസ്ഡ് അപ്പ്. അപ്പോൾ ആ ലൈബ്രറി കണ്ടപ്പോൾ ഐ സെഡ് ക്യാൻ ഐ ഫിക്സ് ദിസ്, വോളണ്ടിയർ ചെയ്ത്, ബിക്കോസ് ഐ വേറെ ജോലിയൊന്നുമില്ല. വോളണ്ടിയർ ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് ദേ സെഡ് യെസ് ഓഫ് കോഴ്സ് യു ക്യാൻ ഡു ഇറ്റ്. ലൈബ്രറിയനൊന്നല്ല ഞാനിട്ടാ, പക്ഷേ നമുക്കറിയല്ല, നമ്മളെ കോമൺ സെൻസ്, ഗോഡ് ഹാസ് ഗിവൻ എസ് കോമൺ സെൻസ്, അതൊന്ന് യൂസ് ചെയ്താൽ വി ക്യാൻ ഡു സംതിങ് മനസ്സിലായി. അപ്പോൾ ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, സബ്ജക്റ്റ് വൈസ് അങ്ങനെയൊക്കെ 2 ദിവസത്തിൽ ശരിയാക്കിയപ്പോൾ they were like, do you want to work here in the administration? I was like, yeah. അപ്പോൾ എന്താണ് എൻ്റെ ഐഡിയ? മോളെ കാണല്ലോ, LKG ആണ്, അവളെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കും ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ആ ഡെൻറ്റിസ്ട്രി ആഫ്റ്റർ 7 years ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. വെൻ ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ലൈക്ക് ദാറ്റ് ഐ ഡിഡ്ന്റ് സേ നോ. അതെടുത്തു. ഫ്രം ദെയർ ഐ ലേൺഡ് ഡിപ്ലോമസി. ബിക്കോസ് if I look back into my teenage life or in my early 20s, I realized എന്താണ് എല്ലാവരും my way and തർക്കിക്കാൻ ടക്ക് റൈറ്റ് ഇൻ ഫ്രണ്ട്, ഷോർട്ട് ടെമ്പേർഡ്. അതുകൊണ്ട് നമ്മൾക്കും വിഷമം, മുന്നുള്ള ആൾക്കും വിഷമം, അത്രയാണ് സംഗതി മനസ്സിലായത്. സോ ഇവിടെ എന്തായിരുന്നു പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് വലിയ വലിയ ആൾക്കാരാണ്, കൊളീഗ്സ് ആണ്, ഒരു ഡിഫറെൻറ്റ്, ബിക്കോസ് ആസ് എ ഡെൻറ്റിസ്റ്റ് ഐ വാസ് മൈ ഓൺ ബോസ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ, വേറെ ഒരു ആളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ആൾക്കാർ, ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് പീപ്പിൾ ആൻഡ് ഓൾ. There was one point where a situation happened where completely finance in the school ആയിരുന്നു, സാലറീൻ്റെ ഒരു കാര്യമായിരുന്നു. ഐ വാസ് നോട്ട് ടോൾഡ് ഹൗ ടു ഡു ഇറ്റ്. ഞാൻ ചോദിച്ചിട്ടുമില്ല. അപ്പോൾ അതൊരു കുറച്ചൊരു പ്രശ്നമായി. ആൻഡ് ബട്ട് ഐ അണ്ടർസ്റ്റുഡ് അതൊരു ബാക്ക് സ്റ്റാബിങ് സിനാരിയോ ആയിരുന്നു. ഓടി ബാത്റൂം പോയിട്ട്, ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്, ഇരുന്ന് നിറയെ കരഞ്ഞു. എന്നിട്ട് ഞാൻ തീരുമാനിച്ച്, യു നോ വാട്ട്, ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് വർക്കിംഗ് ഹിയർ. ദെൻ വീട്ടിൽ പോയപ്പോഴാണ് പിന്നെ ഐ റിയലൈസ്ഡ് ഇതന്നെ ഞാൻ പണിയുന്നത്. ഒരു സ്ഥലത്ത് പോവും, കോളേജ് 2 സ്ഥലത്ത് പോയി, പറ്റിയില്ല, ഐ ക്രൈഡ് ആൻഡ് ഐ വെൻറ്റ് ബാക്ക്. അപ്പോൾ അങ്ങനെയാണ് തിരിച്ചു പോയിട്ട് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻ സച്ച് എ വേ ഐ റിയലൈസ് ദാറ്റ് ദേ ഷുഡ് നോട്ട് വോണ്ട് ടു ലീവ് യു. നമ്മൾ ഏറ്റവും 100% ഇട്ട് കൊടുക്കുക. ഇഷ്ടമില്ലെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളായിട്ട് റിസൈൻ ചെയ്ത് പോകുക, അല്ലാതെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് ദെൻ വെൻ വി മൂവ് നമ്മൾക്കൊരു വാല്യൂ ഉണ്ടുള്ളത്. ഇതൊക്കെ ഈ ഏർലി 30s മനസ്സിലാവുന്നത്. ബിക്കോസ് ഇപ്പോൾ ചിലപ്പോൾ പറയും 30s ആൾക്കാർ പറയും, യു നോ വാട്ട്, ലൈഫ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഒക്കെ. ഞാൻ പക്ഷേ നോ ഡോണ്ട്, ബിക്കോസ് ദീസ് തിങ്സ് ആർ ലേണിംഗ് ലെസൺസ് ഫോർ യു. യു ഷുഡ് നെവർ തിങ്ക് ദാറ്റ് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം ഓർ യു വിൽ നോട്ട് റീച്ച് എനിവെയർ. അവിടുന്ന് ആ 2 years പഠിച്ചു. പിന്നെ പക്ഷേ അറ്റ് ദ സെയിം ടൈം ഐ റിയലൈസ് ഇവിടുന്ന് മാറണം, എനിക്ക് ഹോസ്പിറ്റലിൽ തിരിച്ചു പോകണം. അപ്പോൾ അങ്ങനെ ഒരു മെൻറ്ററിനെ കിട്ടി. ഷീ അമേസിംഗ്ലി ടോൾഡ് മീ കോഴ്സസ് ടു ഡു. ആൻഡ് എങ്ങനെയാണ് ഒരു ക്യാൻസർ രജിസ്ട്രാറായിട്ടുള്ളൊരു ഡെസിഗ്നേഷൻ ഉണ്ടായിരുന്നു, അറിഞ്ഞിട്ടും കൂടി ഇല്ലായിരുന്നു അങ്ങനത്തെ ഒരു സംഗതി. അപ്പോൾ അത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ആ ഒരു ഡെസിഗ്നേഷനിൽ വേണ്ടി പഠിച്ചു. 2 years ഇവിടെ വർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ പോയി ആ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത് 3 years. അപ്പോൾ എൻ്റെ ഏർലി 30s ആയി. ആൻഡ് ഐ തോട്ട് അഗെയിൻ ലൈഫ് ഇസ് സെറ്റ്, യു നോ, ബ്യൂട്ടിഫുൾ ജോബ്, 2 days ഹോളിഡേയ്സ്, വീക്ക് മക്കളായിട്ട് പോവാം, പിന്നെ ട്രാവലിംഗ് ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് mid-30s ആയപ്പോൾ എൻ്റെ പെട്ടെന്ന് ഹസ്ബൻഡിന് മാസ്റ്റേഴ്സ് പഠിക്കാൻ നാട്ടിൽ പോകണം. ആൻഡ് ഐ വാസ് സ്റ്റോപ്പ്. അപ്പോൾ 2ാമത്തെ ആളായിട്ടുണ്ട്. ആൻഡ് യു ആർ ലൈക്ക് നോട്ട് റെഡി ബിക്കോസ് യു തിങ്ക് ലൈഫ് ഇസ് സെറ്റ് റൈറ്റ് നൗ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഒരു സിറ്റുവേഷനിലും ലൈക്ക് ഐ ട്രൈഡ്, പക്ഷേ എങ്ങനെ നോക്കിയാലും നമ്മളാണ് ആ സാക്രിഫൈസ് ആസ് എ മദർ. You know, you have to end up sort of sacrificing for the kids because husband has to go. എല്ലാവരും അപ്പോൾ what do they expect of you? അതിൽ ഓക്കെ പറഞ്ഞിട്ട് ഞാൻ റെസിഗ്നേഷൻ കൊടുത്ത്. ബട്ട് ഇറ്റ് റിയലി ഡിഫിക്കൽട്ട് ഫോർ മീ. 1 year ഞാൻ അപ്പോൾ 3 years സിംഗിൾ പാരൻറ്റിങ് ആയി. ബിക്കോസ് 3 years ആണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പഠിത്തം. 1 year ഞാൻ അവിടെ സൗദി തന്നെ ഒറ്റയ്ക്ക് നിന്ന് മക്കളേറ്റ് പിന്നെ നാട്ടിലേക്ക് വന്ന്. ആൻഡ് ഐ കെപ്റ്റ് ഗെറ്റിംഗ് ഇൻ ടു എ ഷെൽ. ഇത്രയും ആക്റ്റീവായിട്ടും പിന്നെ യുനോ ഐ വാസ് ലൈക്ക് തിങ്കിങ് ഐ എം ഡിസ്കവറിങ് ലൈഫ് ഉള്ളതൊക്കെ ആകുമ്പോൾ യു ആർ ഇൻ യുവർ mid-30s. അപ്പോൾ വിചാരിച്ചു ഇതായിരിക്കും മിഡ് ലൈഫ് ക്രൈസിസ് ഒക്കെ. ഐ വാസ് റോങ്. ബിക്കോസ് ആ ഒരു ഇതിൽ 1 year ഞാനിവിടെ ഫ്ലാറ്റിൽ കാലിക്കറ്റിൽ വന്ന് ഫ്ലാറ്റിൽ പുറത്ത് ഇറങ്ങുന്നില്ല. ഹസ്ബൻഡ് വീട്ടിൽ വന്നാൽ ഹസ്ബൻഡിനായിട്ട് ഫൈറ്റിങ്, പേരൻസ് പറയും ഇറ്റ്സ് ഓക്കെ നീ ഒന്ന് ക്ഷമിക്ക് വരുമ്പോൾ അവരായിട്ട് ഫൈറ്റിങ്. മക്കൾക്ക് ഐ വാസ് നോട്ട് എ ഗ്രേറ്റ് മദർ. ഇത് 1 year പോകുമ്പോൾ പിന്നെ വേറെ ഒന്ന് ഐ നോട്ടീസ് ദാറ്റ് പീപ്പിൾ ആർ നോട്ട് ദെയർ ഫോർ യു അൺലെസ് ആൻറ്റിൽ യു ക്യാൻ ഗിവ് ദം സംതിങ്. ആൻഡ് ഐ ഹാഡ് നത്തിങ് ടു ഗിവ്.
That's what I felt that time. അങ്ങനെ because നമ്മളെ mental status is so dark, എന്ത് കണ്ടാലും നമ്മൾക്ക് ഒരു ലൈറ്റ് കാണൂല. And I realized in the daughter ഒക്കെ who was very chirpy and really thing and all ഒക്കെ ഇങ്ങനെ കൊക്കൂണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. I would say my kids were my motivation. I realized that എനിക്ക് ഈ ഒരു സ്ട്രെസ്സിന്, ഈ ഒരു ആൻസൈറ്റി, ഈ ഒരു ഡിപ്രഷന് I had to break through. With God's grace, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു who were like, you know, you can try this therapy ഉണ്ട്, counseling ഉണ്ട്. അപ്പോൾ therapy, counseling and all is unheard of, in fact, you can say. And, you know, it's not something looked on. But I was like, in the life, if I can't wait for others to change, because namukku ellavarum appodu kuttam aanu sangathi, and you feel you are being cornered, you know, avaru vannittu idu cheydokku adu cheydokku varumbo onnu namukku kelkkanala mindset alla appo, and irunnu karichile fighting adanne irunnu sangathi. Appalana njan NLP therapy num കാര്യത്തിനും കൗൺസിലിങ്ങിനൊക്കെ പോകാൻ തുടങ്ങി. Then I had this camera, അപ്പോൾ വിചാരിച്ചു ഓക്കെ എന്തായാലും ഡെന്റിസ്ട്രിക്ക് പോകാൻ പറ്റില്ല, ബിക്കോസ് മോൻക്ക് maybe because of my fightings and all that stuff, avanu speech problems vannu, he wasn't speaking. So I had to start taking for speech therapy. But there is single parenting, very negative ullor scene ilana njan povunathu, and I realized okay idinu porthu iranganam. Appo did counseling therapy okke, and by God I saw light. I started seeing hope. I took up photography. Upon the 2013, they told me like, what are ladies photographers on India? Why don't you think about it? I was like, okay. Angane page ready akite. I got a bridal, hijabi bridal. She said, "Avla father varnalla, pannanu photo edukkanengil inde kalyanatine photo edukalla." It was like a golden chance for me. I was like, yes, I'll take it. Parents, nee dentist alla, nee dentistry thirichu ponde. I was like, because of that therapy and everything, I was calm. React and I was responding. I said, okay, no come. The ladies and the sangadhyan okay explain it. Communication is so important, I realized. I explained what I was doing, why I am doing it. അപ്പോൾ പിന്നെ അവർക്ക് അധികം പറയാനില്ല. ഈ നമ്മൾ തിരിച്ചങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് എന്താണ് അവർക്കും ഇങ്ങോട്ട് നിറയെ പറയാനുണ്ടാവില്ല. എവർ അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് ദെൻ സ്ലോലി അങ്ങനെ പ്രോജക്ട്സ് എടുക്കാൻ തുടങ്ങി. മോൻ്റെ സ്പീച്ച് തെറപ്പി. And slowly I started growing again. In the 40s എത്തി. അതിൽ അപ്പോഴാണ് എനിക്കൊരു ഇൻ്റർവ്യൂ വരുന്നത് kindergarten സ്കൂളിൽ. And I was like, okay, let me do that. I went for the interview without expecting anything, പക്ഷേ അത് ഇൻ്റർവ്യൂവിൽ കിട്ടി. ആൻഡ് കിട്ടിയപ്പോൾ I realized parents ഇങ്ങനെ കണക്ഷൻസ് started creating basically. And like I said, ഞാനൊരു മൈക്ക് എടുത്ത് സംസാരിക്കേ സ്കൂളിലോ കോളേജിലോ ഒരു സംഗതിനും ഈ സ്റ്റേജ് ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ കയറിയിട്ടില്ല. പ്രിൻസിപ്പൾ ആയപ്പോൾ ആദ്യം മൈക്ക് എന്നപ്പോഴാണ് ഞാൻ ഓ മൈ ഗോഡ് ഞാൻ എവിടെ എത്തിയത്. സോ ഐ ഡിഡ്ന്റ് മൈൻഡ് ടീച്ചിങ് ദ ടീച്ചേഴ്സ് ആൻഡ് പാരൻസിനോട് സംസാരിക്കണേ. ദാറ്റ് ഓൾസോ ഐ റിയലൈസ്ഡ് യു നോ ഐ ഹാവ് ടു ഓവർകം. അപ്പോഴാണ് എനിക്കെൻ്റെ ഐ വിൽ ബി എൻ ഇൻസ്പിറേഷൻ ഫോർ മൈ ഡോട്ടർ. So she can see the change, because the parenting that I did when she was a kid with my frustration, and the parenting that as a teenager, ഇപ്പോൾ അവൾ 19 years old ആണ്. So what I'm doing with her, she's seen the change. So she understands നമുക്ക് ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്കത് വരുത്താം. അങ്ങനെയാണ് ഇപ്പോൾ ഞാനൊരു ലൈഫ് കോച്ചായിട്ടും കൗൺസിലറായിട്ടും നിൽക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റി, ലൈക്ക് ഞാൻ കാലിക്കറ്റിൽ വന്നപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഇല്ലായിരുന്നു. ആരോടും ബുക്സ് എവിടെ കിട്ടുക അല്ലെങ്കിൽ മക്കൾക്ക് യൂണിഫോം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ ഒരു കമ്മ്യൂണിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു A2I, ആസ്പയർ ടു ഇൻസ്പയർ ഒരു ഗ്രൂപ്പ്. ലൈക്ക് anybody who's in such a situation should not feel alone. That was my intention. The loneliness I felt, you need help. And who is there to help you then? എല്ലാവരും പറയും, പക്ഷേ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ ഐ തോട്ട് ദാറ്റ് ഓക്കെ ദ ചേഞ്ച് ഐ വോണ്ട്, ദെൻ ഐ ഷുഡ് ബി ദാറ്റ് ചേഞ്ച്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ എത്തി വന്നു. വാട്ട് ഡു ഐ സേ? ഇന്നിപ്പോൾ ജോഷ് ടോക്സിൽ ഇപ്പോൾ എനിക്ക് കോൾ വന്നപ്പോൾ ദാറ്റ്സ് വൈ ഐ സെഡ് ഐ മസ്റ്റ് ഹാവ് ഡൺ സംതിങ് റൈറ്റ്. മൈക്ക് പിടിച്ചിട്ടില്ല, മൈക്ക് ഇഷ്ടമില്ല, ബാക്ക് ബെഞ്ചർ ഇതൊക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു ടീനേജറായി, എൻ്റെ 20s ആയി, 30s ആയി. ഇപ്പോൾ ഞാൻ ഐ എം 45. ഐ എം ടേക്കൺ അപ്പ് എ കോഴ്സ്. ഇപ്പോൾ ലൈഫ് കോച്ച് ഇപ്പോൾ കഴിഞ്ഞിട്ടല്ലോ അതിൻ്റെ സർട്ടിഫിക്കേഷൻ. ഇപ്പോൾ ഞാൻ വേറെ ക്ലിനിക്കൽ ലീഡർഷിപ്പ് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. ആൻഡ് മൈൻഡ് യു, നാട്ടിൽ ഇഷ്ടമില്ലാത്ത ഒരാൾ 8-9 years ഇപ്പോൾ നിന്ന്, ആൻഡ് ഫ്യൂ മന്ത്സ് ബാക്കാണ് ഞാൻ അഗെയിൻ ഐ എം ഷിഫ്റ്റിംഗ്. ഈ പ്രാവശ്യം ഞാൻ ഷിഫ്റ്റ് ചെയ്തപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൗദിയിൽ നിന്ന് നാട്ടിൽ വന്ന പോലെയല്ല. ഇറ്റ്സ് എ ജേർണി. ഐ എം എൻജോയിങ് ഇറ്റ്. ഐ നോ ദാറ്റ്സ് ഗോയിങ് ടു ബി ഓബ്സ്റ്റിക്കിൾസ്.
I can never say that എല്ലാം ലൈഫിൽ മനസ്സിലായി കാര്യങ്ങളുണ്ട്, ഐ എം റെഡി. നോ, നാളെ ഇനി വേറെ എന്തെങ്കിലും പ്രോബ്ലം ആവും. പക്ഷേ ഇനി ഞാനത് ഫേസ് ചെയ്യുന്നത് ലൈക്ക് വിത്ത് എ സ്മൈൽ. ഓക്കെ, ലെറ്റ് സി അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുക, അല്ലാതെ എൻ്റെ ലൈഫ് കഴിഞ്ഞു വിചാരിക്കാൻ പോകുന്നില്ല. സോ ദാറ്റ് മൈ കിഡ്സ് ഓൾസോ, എൻ്റെ മോന് 5 yearsലാണ് സംസാരിക്കാൻ തുടങ്ങിയത്. ദാറ്റ് വാസ് എ ബിഗ്ഗസ്റ്റ് achievement for that 1.5 years of therapy that I took him. അങ്ങനെ ഓരോന്ന് ഇറ്റ് ടേക്സ് ടൈം, ബേബി സ്റ്റെപ്സ് ആണ്. ഐ എം നെവർ ഹാർഡ് ഓൺ മൈ സെൽഫ്. ഐ നോ ടുമോറോ, ഇപ്പോൾ ട്രാവലിംഗ് ഞാൻ പറഞ്ഞ പോലെ ട്രാവലിംഗ് ഒന്നും എത്തിയിട്ടില്ല. ഐ എം ലൈക്ക് ചിലപ്പോൾ 50 ആകുമ്പോഴായിരിക്കും ഞാൻ ട്രാവൽ ചെയ്യുക. ദാറ്റ്സ് ഓക്കെ. വൈ ഷുഡ് ഐ ലിമിറ്റ് മൈ സെൽഫ്? വൈ ഷുഡ് ഐ പുട്ട് ദാറ്റ് ഏജ് ആസ് എ തിങ് ദാറ്റ് ഈ ഏജ് ആകുമ്പോഴത്തേന് ഇതൊക്കെ തീർക്കണം എന്നുള്ളത്? നത്തിങ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. സോ ഐ ഹാഡ് ടു റിന്യൂ മൈ ഡ്രൈവിംഗ് ലൈസൻസ്. 20 years കഴിഞ്ഞു. ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ബൈക്കൊന്ന് ഓട്ടാൻ ഒരു പൂതി. 42-ലാണ് ഞാനപ്പോൾ നമ്മളെ യമഹ ബൈക്കും പിന്നെന്താണ് ഇത് പറയില്ല, ഗിയറുള്ള ബൈക്ക്, സ്കൂട്ടറല്ല കേട്ടോ. അപ്പോൾ ഗിയറുള്ള ബൈക്ക് പോയി. വീട്ടിലെല്ലാവരും പറഞ്ഞു എനിക്ക് വട്ടാണ്. പോട്ടെ, ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, ഒരു തെറ്റുമില്ല, പിന്നെന്താ അത് പഠിച്ച്. അതൊക്കെ ഒരു അക്കംപ്ലിഷ്മെൻ്റ് ആകുമ്പോൾ ലൈക്ക് ആരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ലെങ്കിലും നോട്ട് എ പ്രോബ്ലം. യു ആർ ഹാപ്പി, വെൽ ആൻഡ് ഗുഡ്. സോ ആ ജേർണി നമ്മൾ എൻജോയ് ചെയ്യാൻ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാൻ പറ്റുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ലൈക്ക് ഐ സെഡ്, ഒരു മെൻറ്റർ, ഒരു ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ യുവർ ട്രബിൾസ് ആൻഡ് ദെൻ യു വിൽ നോട്ട് ഫീൽ ദാറ്റ് ഇറ്റ്സ് ദ എൻഡ് ഓഫ് ദ വേൾഡ്. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗുഡ്. ഇപ്പോൾ കേട്ട കഥ പോലെ നിങ്ങളോടും നീ ഒരു പെൺകുട്ടിയാണ്, നിന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, പതുക്കെ സംസാരിക്കും, സ്വപ്നങ്ങൾ കാണരുത്. ഇങ്ങനെ എത്ര പേർ എത്ര തവണ പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾക്കും പല കഥകളും പറയാനുണ്ടാകും അല്ലേ? ആളുകൾ എപ്പോഴും പറയും സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്തതായി ഒന്നും തന്നെ ഇല്ല എന്ന്. പക്ഷേ അവർ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാലോ സൊസൈറ്റിയിൽ നിന്ന് അവർക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സ്വപ്നം കാണാനുള്ള ശക്തി സ്ത്രീകൾക്ക് എല്ലാ മേഖലയിലും നൽകണം. ധൈര്യമായി സ്വയം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പലരും ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ സ്വപ്നം കാണുന്നു. നിങ്ങളുടെ സ്വപ്നം ജോർജ് സ്കിൽസിലൂടെ യാഥാർത്ഥ്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ, ജോർജ് സ്കിൽസിൽ നിങ്ങളെപ്പോലെ സമാന ചിന്താഗതിക്കാരായ ആയിരക്കണക്കിന് സ്ത്രീകളെ കണ്ടുമുട്ടാനും അവരോടൊത്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി പ്രവർത്തിക്കാനും സാധിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി ജോർജ് സ്കിൽസ് സുരക്ഷിതവും മികച്ചതുമായ ഒരു എൻവയോൺമെന്റ് നൽകുന്നു. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടായി ഞങ്ങളുണ്ട്. സോ സ്റ്റാർട്ട് യുവർ ജോർജ് ജേർണി ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. படும்போது அந்த இடத்துல நமக்கு ஒரு வெறி. That fear of the unknown is the strongest at this point. ఎన్నో కష్టాలు, మరెన్నో కన్నీళ్లు, తినటానికి కూడా భోజనం లేని సందర్భాలు. এখানে পৌঁছতে চাইছি সেটার জন্য যে পথটা দিয়ে হাঁটছি সেটাকে কি আদৌ স্ট্রাগল বলা চলে? अशी कंटाळून जाणाऱ्यातली नव्हते. एक बार मैंने डिसाइड कर ली तो मैं अपनी भी नहीं सुनती. ಜೀವನದ ಸಿಚುವೇಶನ್ ಅಲ್ಲಿ ಏನೇನು ಕ್ವಶನ್ಸ್ ಬರುತ್ತೋ ನನ್ನ ಜೀವನದ ಕಥೆ ಮೂಲಕ ਆਨਸਰ ਮਾੜਨਾ ಅಂತ ਇਹਦੇ ਚੈਨਲ ਦੇ ਉੱਪਰ ਇਹੋ ਜਿਹੇ ਇਨਸਾਨਾਂ ਨੇ ਆਉਣਾ ਜਿਹੜੇ ਜ਼ੀਰੋ ਤੋਂ ਚੱਲ ਕੇ ਆਪਦਾ ਉੱਪਰ ਤੱਕ ਪਹੁੰਚੇ. दोस्तों, जिंदगी में आपको कोई जगह नहीं देता है, आपको अपनी जगह खुद बनानी पड़ती है. Most important thing is that Josh is coming.